വാർത്തകളിൽ വിശദമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആലപ്പുഴയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. സമരം ചെയ്തൊരു സോദരരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ കോലത്തിന്റെ ഒരു വശത്ത് ഹിറ്റ്ലറുടെ മുഖം വെച്ച് ഡിവൈഎസ്പിയുടെ പോലീസ് ജീപ്പിന് മുകളിൽ സ്ഥാപിച്ചു. ഇത് പോലീസ് എടുത്തുമാറ്റിയതോടെ പോലീസുമായുള്ള സംഘർഷത്തിന് തുടക്കമായി. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ശ്രമം പ്രവർത്തകർ തടഞ്ഞതോടെ നഗരത്തിൽ ഏറെ നേരം സംഘർഷാവസ്ഥയായി. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ആലപ്പുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ഷഫീഖിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ, സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷാഹുൽ ജെ പുതിയപറമ്പിൽ, അൻഷാദ് മഹബൂബ്, ജില്ലാ സെക്രട്ടറി S ശിവമോഹൻ തുടങ്ങിയവർ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി ഇനി 56 CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. ക്യാമറകൾ സ്ഥാപിച്ചത് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ച്. ചങ്ങനാശ്ശേരി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ കഴിഞ്ഞ ദിവസമാണ് മിഴി തുറന്നത്. 56 CCTV സർവൈലൻസ് ക്യാമറ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. സുരക്ഷിതമായ ജീവിത സൗകര്യത്തിന് ഇവിടെ ഇന്ന് CCTV സർവൈലൻസ് ക്യാമറ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാം. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധി ഇന്നു മുതൽ CCTVയുടെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ തടയാൻ ഏറ്റവും സഹായകരമായി പോലീസിനെ സഹായിക്കുന്ന സംവിധാനമാണ് ഈ CCTV സർവൈലൻസ് ക്യാമറകൾ. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നവരെയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് പിടികൂടും. പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ച മോണിറ്ററിലൂടെ മുഴുവൻ സമയ നിരീക്ഷണവും ശേഖരണവും ഉണ്ടാകും. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, ചങ്ങനാശ്ശേരി DYSP AK വിശ്വനാഥൻ, വാർഡ് കൗൺസിലർ ബിന്നി ജോസഫ്, SHO റിച്ചാർഡ് വർഗീസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പോലീസ് ജനസൗഹൃദ പോലീസായി മാറിയെന്ന് മന്ത്രി VN വാസവൻ. കുറ്റാന്വേഷണ രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികവ് പുലർത്തുന്ന പോലീസാണ് കേരള പോലീസെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ പോലീസിന്റെ ആക്രമണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും നന്നേ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി പോലീസിന്റെ നിരീക്ഷണത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലും കാലോചിതമായ മാറ്റം ഉണ്ടായി. ഈ സദസ്സിൽ മുൻനിരയിലിരിക്കുന്ന പലരും ഈ പോലീസ് സ്റ്റേഷനിൽ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വന്നവരെ കണ്ടവരാണ്. ഒരു ഘട്ടത്തിൽ റസലും ജോസഫും നാസറും നിസാറും സുഗതനും ഒക്കെ. അപ്പോൾ അത്തരമൊരു കാലഘട്ടമുണ്ടായി. ഇന്ന് അത്തരത്തിലുള്ള ലോക്കപ്പിലോ പുറത്ത് മാറിയോ അത്തരത്തിലുള്ള പോലീസിൻ്റെ ആക്രമണങ്ങൾ നന്നേ കുറഞ്ഞ് പോലീസ് ജനസൗഹൃദ പോലീസായി മാറി. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കുറ്റാന്വേഷണ രംഗത്തെ മികവ് പ്രകടിക്കുന്ന പോലീസ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരള പോലീസ് തന്നെയാണ് എന്ന് അഭിമാനിക്കാൻ നൽകുന്ന കാലഘട്ടമാണ്. ആ അഭിനന്ദനം നമുക്ക് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരി നഗരത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ച് കിട്ടുമ്പോൾ അത് പോലീസിന് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം കഴിഞ്ഞ ദിവസം നടത്തി. വള്ളിക്കുന്നം ചൂനാട് അമ്പാടി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ കേരളത്തിൽ 90% പാല് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് പോകാൻ ഏകദേശം 10% മാത്രമാണ്.
പക്ഷേ അത് സംഘത്തിലൂടെ പാലെടുക്കുന്ന മിൽമയുടെ കണക്ക് മാത്രമാണ് ഞാൻ ഈ 90% പറഞ്ഞത്. കേരളത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഒരുപാട് ഫാമുകൾ, നമ്മുടെ ഗവൺമെൻറ് ഫാമുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ലിറ്റർ പാലുകൾ ഫാം ഫ്രഷ് എന്ന നിലയ്ക്ക് നമ്മുടെ വിപണികളിൽ എത്തിക്കുകയാണ്. ജംഗ്ഷനുകളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് ആ പാല് തീരുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഫാമിൽ ഞാൻ ചെന്നു. അവിടെ ഞറുക്കെടുപ്പിലൂടെയാണ് 1500 പേർക്ക് അവിടുന്ന് പാല് വേണം. അപ്പം പിന്നെ 1500 പേർക്ക് അവർ കൊടുക്കാൻ പറ്റുന്നില്ല. അവരെന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ 1500 പേരെയും എടുത്തുകൊണ്ട് അവരൊരു ഞറുക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് 500 പേരെയാണ് തിരഞ്ഞെടുത്തത്. പശുവിൻ പാല് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും പാലുൽപാദനത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മിൽമയിലൂടെ 90% ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. അമിതമായി ലഭിക്കുന്ന പാലുപയോഗിച്ച് മിൽമയുമായി ചേർന്ന് സർക്കാർ ഗ്രാന്റോടുകൂടി 100 കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി ആരംഭിക്കും. അന്യരാജ്യങ്ങളിലേക്കും അന്യസംസ്ഥാനത്തേക്കും പാൽപ്പൊടി, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ 60% ഫണ്ടും കേരളത്തിൻ്റെ 40% ഫണ്ടും ഉപയോഗിച്ച് കേരളത്തിലെ പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി 2.5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. കേരളത്തിലെ അതിദരിദ്രരായ ആളുകൾക്ക് 95% സബ്സിഡിയോടുകൂടി പശുക്കളെ വളർത്താൻ സർക്കാർ ആനുകൂല്യം നൽകും. ക്ഷീരതീരം പദ്ധതി, ക്ഷീരലയം പദ്ധതി എന്നിവയിലൂടെ ക്ഷീരകർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മികച്ച ആപ്കോസ് ക്ഷീരസംഘത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് തരിശുനില തീറ്റപ്പുൽ കൃഷി പദ്ധതി ധനസഹായം TRCMPU ചെയർമാൻ മണി വിശ്വനാഥ് വിതരണം ചെയ്തു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുമ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R സുജ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V ഷെരീഫ്, ആയാംപറമ്പ് രാമചന്ദ്രൻ, TK ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളുടെ ക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതി ആലപ്പുഴ ജില്ലയിൽ തെളിവെടുപ്പ് നടത്തി. സ്ത്രീധന പീഡന പരാതിയിൽ അനാവശ്യ കാലതാമസം പാടില്ലെന്ന് സമിതി നിർദ്ദേശിച്ചു. തെളിവെടുപ്പിന്റെ ഭാഗമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ U പ്രതിഭ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സമിതിയിലെ മറ്റ് MLAമാരായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, OS അംബിക, K ശാന്തകുമാരി, ദിലീമ ജോജോ, CK ആശ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ജോൺ V സാമുവേൽ, പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM S സന്തോഷ് കുമാർ, വനിതാ ശിശുവികസന ജില്ലാ ഓഫീസർ L ഷീബ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ത്രീധന പീഡന പരാതികളിലെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അനാവശ്യ കാലതാമസം പാടില്ലെന്ന് നിയമസഭാ സമിതി നിർദ്ദേശിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പരാതികളിൽ ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഇടപെടരുതെന്നും ഇത്തരത്തിൽ സമിതിയിൽ വന്ന പരാതികൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സമിതിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടായി നൽകുമെന്നും തുടർന്നു വരുന്ന സമിതി യോഗങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്യുന്ന കേസുകളിൽ പോലീസ് സംയമനത്തോടെ ഇടപെടണമെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് ഒരു തരത്തിലും പാടില്ലെന്നും സമിതി നിർദ്ദേശിച്ചു. ഭർത്താവിനെ കാണാനില്ലെന്ന പരാതി നൽകാൻ എത്തിയ യുവതി നേരിട്ടത് വലിയ പീഡനങ്ങളാണെന്നും യുവതിയുടെ പരാതിയിൽ DGP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തുമെന്നും സമിതി അറിയിച്ചു. സമിതിയുടെ ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത് ഏത് ജോലിയിലാണെങ്കിലും അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ശരിയായ രൂപത്തിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലും പാടില്ല എന്നൊരു നിഗമനമാണ് സമിതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക്, ഞങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളിൽ അത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊടുക്കാനുള്ള പരിശ്രമമുണ്ട്. അത് കേവലമായ ഒരു ടീച്ചറിന്റെ പരാതി, പ്രമോഷൻ നടത്തിയ പരാതി, അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറിയ പരാതി എന്ന തരത്തിൽ എടുക്കാതെ അത് പൊതുസമൂഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ ആരും പെരുമാറാൻ പാടില്ല എന്ന നിഗമനമാണ് സമിതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൽ ടീച്ചറിന് പ്രമോഷൻ കിട്ടുകയും പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവരനുഭവിച്ചതിനൊന്നും പരിഹാരമില്ല എന്നുമാണ്. പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു കേസിൽ അനാവശ്യമായി ഒരു പോലീസ് സ്റ്റേഷനിലും സ്ത്രീധന പീഡനം പറയുന്ന ഒരു കേസിലും അനാവശ്യ കാലതാമസം
ഒരു സ്റ്റേഷനിലും പാടില്ല എന്ന ശക്തമായ ഒരു താക്കീതാണ്. യോഗത്തിന് ശേഷം ആലപ്പുഴ ടൗണിൽ പ്രവർത്തിക്കുന്ന മഹിളാ മന്ദിരം, സ്വാന്തൽ സ്പെഷ്യൽ സ്കൂൾ, ജെൻഡർ പാർക്ക്, കുടുംബശ്രീ യൂണിറ്റ്, ശിശുക്ഷേമ സമിതി, അമ്മത്തൊട്ടിൽ, വനിതാ ശിശു ആശുപത്രി, ജുവൈനൽ ജസ്റ്റിസ് ഹോം, കെയർ ഹോം ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിൽ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും വർഗീയതയ്ക്കുമെതിരെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ നീലമ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താണ് മോഡി 9.5 കൊല്ലം കൊണ്ട് നമുക്ക് തന്ന നേട്ടം എന്നതിനെ സംബന്ധിച്ച് ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ സത്യസന്ധമാണ് ഉത്തരമെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ മറുപടി. സകല മേഖലകളിലും സർവനാശം സമ്മാനിച്ച ദുർഭഗ ഭരണം, അതാണ് ഉത്തരം. ഇന്ത്യയുടെ കാർഷിക മേഖല കരയാൻ പോലും കഴിയാതെ കരിഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയുടെ വ്യാവസായിക മണ്ഡലം മരുപ്പറമ്പാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കിട്ടിയ വിലയ്ക്ക് വിറ്റു തുലയ്ക്കുന്നു. വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. ആകെ നടക്കുന്നത് മോഡിക്ക് വേണ്ടിയുള്ള തള്ളാണ്. മോഡി ജോറാണ് എന്ന് പറയലേ ആകെ നടക്കണുള്ളൂ. നമ്മുടെ നാട് സമാഹരിച്ച എല്ലാ നന്മകളെയും സത്പാരമ്പര്യങ്ങളെയും ശവപ്പെട്ടിക്കുള്ളിലാക്കി അവസാന താണിയുമാഞ്ഞടിക്കാൻ ചുറ്റിക ചുഴറ്റി നിൽക്കുന്ന വൃത്തികേടിന്റെ വെളിപ്പേരായി, വിധ്വംസകതയുടെ കൊടിയടയാളമായി, വിയോജിക്കുന്നവരെ വിരോധികളാക്കുന്ന തെമ്മാടിത്തത്തിന്റെ തട്ടകമായി, ധിക്കാരത്തിന്റെ ആനപ്പുറത്ത് അഹങ്കാരത്തിന്റെ ആയുധവുമായി, അധികാര രാഷ്ട്രീയത്തിന്റെ ഉല്ലസിക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു നരേന്ദ്രമോദി. തിങ്കളാഴ്ച വൈകുന്നേരം 4-ന് നാരകത്തറ NSS കരയോഗം ജംഗ്ഷന് സമീപം ചേർന്ന സമ്മേളനത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MG തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ A രാധാകൃഷ്ണൻ, NB വിൻസെന്റ്, ജോസഫ് തോമസ്, MG ചന്ദ്രൻ, പ്രസാദ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിൽ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച വിയ്യപുരം ഗ്രാമപഞ്ചായത്തിലായിരുന്നു ആദ്യ പരിപാടി. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പാരിഷ് ഹാളിൽ കാനറ ബാങ്ക് വിയ്യപുരം ശാഖയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദ്യ പരിപാടി. ഗ്രാമപഞ്ചായത്ത് അംഗം ജഗേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ യാത്രയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സങ്കല്പ വികസന യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് വികസനം എന്ന മാതൃകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, മഹാത്മാഗാന്ധിജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വപ്നം, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ മാതൃക എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് യോജനകൾ മുന്നോട്ട് വയ്ക്കുകയും ആ യോജന പ്രകാരം നമ്മുടെ ഭാരതത്തിലെ എല്ലാ ആൾക്കാരും പിന്നോക്കം നിൽക്കാതെ മുന്നോക്കം നിന്നുകൊണ്ട് ഭാരതത്തിനെ ഭരണവൈവത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BLBC കൺവീനർ രേഖ അധ്യക്ഷത വഹിച്ചു. കാനറ ബാങ്ക് വിയ്യപുരം മാനേജർ KP അരവിന്ദ്, കൃഷി വിജ്ഞാൻ കേന്ദ്രം പ്രതിനിധി ശിവകുമാർ, വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുദ്രാ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, PMEGP തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായുള്ള വായ്പാ അനുമതി പത്രങ്ങൾ ബാങ്കുകൾ വിതരണം ചെയ്തു. ഫാക്ട് പ്രതിനിധി രേഷ്മ നാനോ യൂറിയ സമീകൃത വളപ്രയോഗം, ഡ്രോൺ ഉപയോഗം എന്നിവയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. BSNL, തപാൽ വകുപ്പ്, HLL തുടങ്ങി വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ കേരള ബാങ്ക് തോട്ടപ്പള്ളി ശാഖയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ലീഡ് ബാങ്ക് മാനേജർ M അരുൺ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം രാജു ഉദ്ഘാടനം ചെയ്തു. 60 ജനസുരക്ഷാ അപേക്ഷകൾ സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ നടരാജൻ ലീഡ് ബാങ്ക് മാനേജർക്ക് കൈമാറി. സാക്ഷരതാ മിഷൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനോത്സവം നടത്തി. ഇച്ചുസലാം MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു സാമൂഹികമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന ഒരു അവസ്ഥ എത്തിച്ചേർന്ന ആളുകൾക്ക് സ്വാഭാവികമായൊരു പ്രധാനപ്പെട്ട അവസരമാണ് സംസ്ഥാന ഗവൺമെന്റ് സാക്ഷരതാ മിഷന്റെ ഭാഗമായി. ആ മിഷന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനത്തിൽ ഒരു പ്രവർത്തനമായി തന്നെയാണ് തുല്യതാ പഠന പരിപാടി ആവിഷ്കരിക്കപ്പെട്ടത്. അത് പലതരത്തിലേക്കുള്ള ക്ലാസ്, ഏതെല്ലാം ക്ലാസ് നിങ്ങൾക്ക് അറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് 10ാം ക്ലാസ്സിലേക്കും അതുപോലെ ഇപ്പോൾ +2 കൂടിയുള്ള ഒരു കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൊതുവിൽ തന്നെ നമ്മുടെ കേരളം വിദ്യാഭ്യാസപരമായി ഏറ്റവും മെച്ചപ്പെട്ടൊരു ഇടമാണ്. നമ്മുടെ അമ്പലപ്പുഴയിൽ ഈ കോഴ്സിന്റെ ഭാഗമായി കണക്ക് നോക്കുമ്പോൾ വളരെ മെച്ചമായ നിലയിൽ സാക്ഷരതാ പ്രവർത്തകർ, അധ്യാപകർ
നമ്മുടെ സാധാരണ ഭാഗമായ പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പ്രദേശം. നന്നായി ശ്രദ്ധിക്കുകയും നന്നായി അന്വേഷണത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ഫലപ്രദമായി തന്നെ അതിന്റെ വിദ്യാഭ്യാസ പരിപാടി അതെല്ലാ നിലയിലുള്ള പഠന പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. കെ കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീജ രതീഷ്, അംഗങ്ങളായ VR അശോകൻ, ശ്രീജ സുഭാഷ്, പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ്, അധ്യാപിക ജയലക്ഷ്മി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിബി വിദ്യാനന്ദൻ, സാക്ഷരതാ പഠന കേന്ദ്രം കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ചങ്ങനാശ്ശേരി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നു. ടൂർണമെന്റിന് മുന്നോടിയായുള്ള ലോഗോ പ്രകാശനം ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ നിർവഹിച്ചു. ചങ്ങനാശ്ശേരിയിൽ PP വർഗീസ് പുല്ലുകാട്ടിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വേൾഡ് മലയാളി കൗൺസിൽ ചങ്ങനാശ്ശേരി ചാപ്റ്ററും സംയുക്തമായാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ലോഗോ പ്രകാശനത്തിലും വാർത്താസമ്മേളനത്തിലും WMC ചാപ്റ്റർ പ്രസിഡന്റ് കണ്ണൻ S പ്രസാദ്, സെക്രട്ടറി ജോർജ് വർക്കി, അദ്വൈത് കണ്ണൻ, PP വർഗീസിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം തലവടി BRCയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പേരിലായിരുന്നു പരിപാടി. സ്കൂൾ കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. ചെറുപ്പം മുതലുള്ള പഠനവും പ്രശ്നപരിഹാരശേഷിയും ശാസ്ത്രീയ ചിന്തയും പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമഗ്ര ശിക്ഷ കേരളയാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അംഗങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി നടത്തിയത്. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാനസികാവസ്ഥ അധ്യാപകരൊക്കെ തന്നെ രക്ഷകർത്താക്കളും കൂടിയാണ്. അവർക്കും അവരുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് നന്നായി അറിയാം. ഇപ്പൊ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, പിന്നെ അവരുടെ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ അവരെ വൈകാരികമായി വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നു. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് വീടുകളിൽ. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം വീടുകളിൽ കിട്ടുന്നില്ല. സ്കൂളുകളിലാണെങ്കിലും എത്തുമ്പോൾ അവർ കൂടുതൽ തിരക്കോടെ പഠനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ എണ്ണം കൂടുതൽ, കുട്ടികൾ സഹോദരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതും ലഭ്യമാക്കാത്തത് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന, അത് മാനസിക സമ്മർദ്ദത്തിലേക്കും പിരിമുറുക്കത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പൊ ഇതിനൊക്കെ ഒരു അയവ് വരുത്താൻ നമ്മളുടെ സമീപനമാണ് ഏറ്റവും പ്രാധാന്യം. യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് അധ്യക്ഷനായി. VM സൂര്യമോൾ, മായാലക്ഷ്മി, അജിത വിജയൻ എന്നിവർ സംസാരിച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയലിൻ വെസ്റ്റേൺ വിഭാഗത്തിൽ A ഗ്രേഡ് നേടി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് പുളിങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഡെയ്ഷ R ഡേവിഡ്. പുളിങ്കുന്ന് പഞ്ചായത്ത് 11ാം വാർഡിൽ ചേലച്ചിറ വീട്ടിൽ ഡിൽഷി രമേശ് ദമ്പതികളുടെ മകളാണ് ഈ സംഗീത പ്രതിഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ ആലപ്പുഴ ജില്ലയ്ക്കും കുട്ടനാടിനും അഭിമാന താരമായി മാറിയിരിക്കുകയാണ് ഡെയ്ഷ. താളനിബദ്ധമായി നോട്ട്സുകൾ ശ്രുതിമുറിയാതെ വെസ്റ്റേൺ ക്ലാസിക്കുകൾ ഡെയ്ഷയുടെ കരസ്പർശത്താൽ പുനർജനിക്കുമ്പോൾ അത് സംഗീതാസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഡെയ്ഷയുടെ സംഗീത സബര്യ ആ തലത്തിലേക്ക് ഉയരുമ്പോൾ അത് A ഗ്രേഡിൽ കുറഞ്ഞ ഇടങ്ങളിലൊന്നും തട്ടി നിൽക്കാനാവില്ല. കഴിഞ്ഞ 7 വർഷമായി വയലിൻ അഭ്യസിക്കുകയാണ് ഡെയ്ഷ. ആലപ്പുഴ YMCA അക്കാദമിയിൽ മോഹൻ സാർ ആയിരുന്നു ആദ്യ ഗുരു. ഇപ്പോൾ കോട്ടയം ബിജു സാറിൻ്റെ കീഴിലാണ് പഠനം.
കലോത്സവ വേദിയിൽ ഇരവിപുരം MLA M. നൌഷാദിൽ നിന്നും ഡെയ്ഷ R. ഡേവിഡ് ട്രോഫി ഏറ്റുവാങ്ങി. പഠനത്തോടൊപ്പം വയലിൻ രംഗത്ത് കൂടുതൽ പ്രശോഭിക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് പാട്ടുപാടുന്നതിലും താല്പര്യമുള്ള ഡെയ്ഷ പറയുന്നു. ഞാൻ ഡെയ്ഷ R. ഡേവിഡ്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ പുളുങ്ങുന്നിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ വയലിൻ പഠിച്ചിട്ട് 6 വർഷമാകുന്നു. ഈയിടെ നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയലിൻ വെസ്റ്റേൺ A ഗ്രേഡ് കരസ്ഥമാക്കി. ഞാൻ 4ാം ക്ലാസ് തൊട്ട് വയലിൻ പഠിക്കുന്നുണ്ട്. ആദ്യം വയലിൻ പഠിക്കാൻ തുടങ്ങിയ ആലപ്പുഴ YMCA മോഹൻ സാറാണ്. ഇപ്പോൾ പഠിക്കുന്നത് കോട്ടയത്തുള്ള ബിജി സാറാണ് വയലിൻ പഠിപ്പിക്കുന്നത്. പുളിങ്കുന്ന് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ് സംഗീത രംഗത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഡെയ്ഷയുടെ പിതാവ് രമേശ് ബാബു. അമ്മ ഡിൽഷി എലിസബത്ത് ആകട്ടെ കായൽപ്പുറം സെൻറ് ജോസഫ് UP സ്കൂളിൽ അധ്യാപികയും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സഹോദരൻ ഡാലിൻ പിയാനോ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.